ഹലോ ഗൈസ്, എൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, പള്ളി പോവുകയാണ്. ഇവിടെ ഒരു 6:30ക്കാണ് നിസ്കാരം. അപ്പോൾ നേരത്തെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ അത് കണ്ടില്ലേ, ടൈം 6 മണിയാണ് ഇവിടുത്തെ ടൈം. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ ഫസ്റ്റ് വ്ളോഗിൽ നല്ല നല്ല അഭിപ്രായം കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം. ഷെയർ ചെയ്തവരുണ്ട്, ലൈക്ക് ചെയ്തവരുണ്ട്, കമൻ്റ് ഇട്ടവരുണ്ട്. എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാ പെരുന്നാൾക്കും ഞാൻ കന്തൂറയാണ് ധരിക്കാറ്. ഇത്തവണ ഞാൻ എന്ത് ചെയ്തു, മാറ്റി പിടിച്ചു. ഇത്തവണ ഞാൻ എന്ത് ചെയ്തു, നല്ല ഷർട്ട് ഇത് കാണിച്ചു കൊടുത്തോ. ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, മുത്തൊക്കെ ഉണ്ട്, ഇത് കണ്ടോ മുത്ത. അപ്പോൾ സുഹൃത്തുക്കളെ, പള്ളിയിൽ പോവാണ്. അപ്പോൾ ഇനി ബാക്കി ബ്ലോഗ് അവിടെ വെച്ചിട്ട് കാണാം, ബാക്കി വീഡിയോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന പള്ളി. എന്താ പറയുക, ഒരു 5 കൊല്ലത്തോളമായിട്ടുണ്ടാവും നാട്ടിൽ പെരുന്നാൾ കൂടിയിട്ട്. ഇനിയിപ്പോൾ കൂടാൻ പറ്റുമെന്ന് അറിയില്ല. പെരുന്നാൾ നാട്ടിൽ ഇതുവരെ കൂടിയിട്ട് കുറേ കാലമായി ഇപ്പോൾ കൂടിയിട്ട് നാട്ടിലൊക്കെ. അപ്പോൾ കുറേ മിസ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സുകളെ മിസ് ചെയ്യുന്നുണ്ട്, ഫാമിലിനെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. സംജാസ് അവറുകൾ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. തുറക്കോ. ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്. ഞാൻ കയറിക്കോട്ടെ, കയറട്ടെ. തുറക്ക് തുറക്ക്. ഈദ് മുബാറക്ക്. ആ സുഹൃത്തുക്കളെ, ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളെ കൂടെ ഇന്ന് സംജാസ് സഫറുകളുണ്ട്. കമോൺ സംജാസ് സഫറുകളുണ്ട്, അജ്മലുണ്ട്. എൻ്റെ പേരെന്താ ഇതടാ? ഷാഹിദ്. ഓക്കെ ഇല്ല, എഡിറ്റിങ്ങും പരിപാടി ഒന്നുമില്ല. ക്യാമറ ബായിൻ്റെ വരുന്നത് എവിടെ പറയൂ, എവിടുന്ന ഫോട്ടോ എടുക്കണേ പറയൂ. അപ്പോൾ ലൊക്കേഷൻ തപ്പിക്കൊണ്ട് എടുക്കണേ, ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ഷർട്ട് ശ്രദ്ധിച്ചിട്ടോ, ഞങ്ങൾ ബൈ എടുത്ത് മുത്തുകളുണ്ട്. ഇത് ഇവന് സെലക്ട് ചെയ്ത ഷർട്ടാണിത്. ഞാൻ തിരിച്ചു അതേപോലെ സെലക്ട് ചെയ്ത ഷർട്ടാണിത്. കണ്ട മുത്തൊക്കെ ഉണ്ട് ബാക്കിൽ, ഞങ്ങളെ ബാക്കിലൊക്കെ മുത്തള ഉണ്ട്. ഫുള്ള് സെറ്റ്. ഏതാ വൈബ്? സുനി രാത്രി പൊക്കാം. എടാ കാണിച്ചു കൊടുത്താ, പറവ കാണിച്ചു കൊടുത്താ. ബൈ പറവ ഇതേക്കോ, പറവ കമോൺ. നമ്മളെ ക്യാമറമാൻ ബായ് കേട്ടോ. ബായിൻ്റെ പേരെന്ത് ചെയ്തു? ബൈ ക്യാ നാം? ഷുഹൈബ്. എൻ്റെ പേരെന്ത്? ഷാഹിദ്. ഷാഹിദ്. ലൊക്കേഷൻ തപ്പിക്കൊണ്ട് നടക്കുകയാണ്, കിട്ടണില്ല. എവിടുന്ന് എടുത്താഴ്ച ലുക്കല്ല സംജാസേ. എന്താ എടുത്തെടുക്കാ ഇവിടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ലൊക്കേഷൻ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല ലൊക്കേഷൻ. അപ്പോൾ ലൊക്കേഷൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിൽക്കൂ, ഈ ലൊക്കേഷൻ എന്താ പാട് ഗായ്സ്? നോക്കണോ? അജ്മൽ ഫസ്റ്റ് അജ്മലാണ് ഫോട്ടോ എടുക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ഫോട്ടോ ഉണ്ടാവും എന്നുള്ളത്. ക്യാമറമാൻ കാണിക്കൂ. ക്യാമറമാൻ സംജാസ് അവറുകൾ. ഓ, ഏതാ പോസിങ്? ഇതെല്ലാം എടുത്ത് വരുതാക്കി ചുടിഞ്ഞിട നേരല്ലേ. യാ മോനെ, കൊണ്ടുപോയി അജ്മല്. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ കൊണ്ടുപോയി അജ്മല്. ഏതാ പോസിങ്? ആ കൈയൊക്കെ നോക്കണേ നിങ്ങളെ. അതാരത് നിങ്ങളോട് കണ്ടുകളല്ലോ. ഇത് മാർക്ക് ഇത് അല്ല, ഇതാണിപ്പോ പെരുന്നാളിന്റെ ട്രെൻഡ് കേട്ടോ, നാട്ടിലത്തെ ട്രെൻഡ് ഇതാണ്. ഇതെന്താ സാധനം പഠിച്ചോനെ? ഇതെന്താ എടാ, നമ്മൾ പാടത്തൊക്കെ ഉണ്ടാകുന്ന സാധനല്ലേ ഇത്? ട്രെൻഡാട്ടാ. ഇത് കാണിച്ചു കൊടുത്തടാ. ഇത് എടുത്തു വന്നാൽ അതുകൊണ്ട നമ്മളെ പാടത്തൊക്കെ ഉണ്ടാകുന്ന സാധനം. ഇതിപ്പോൾ ട്രെൻഡായിട്ട് എടുത്തിട്ടുണ്ട്. ഏതല്ലേ അമ്ലിമാവേ.
രസമുണ്ട്. അത് കാണിച്ചെടുത്താ നിങ്ങൾ പറയുന്നത് രസമുണ്ടോ? ഗൈസ് ഇത് രസമുണ്ടോ? പറയൂ. ക്യാമറമാൻ ഇത്തവണ അജ്മലാണ്. അജ്മൽ അവറുകളാണ് ഇന്ന്. അല്ല ഇത് ഇന്നെ കാണിക്കേ, ഞാനാണ് വ്ളോഗർ. അങ്ങനെ ലൈനൊക്കെ കടൽ കാണിച്ചു കൊടുക്കും. കടൽ അംബ്രല ബീച്ചാണിത്. അംബ്രല കണ്ടിട്ടോ? അതൊക്കെ അംബ്രല കണ്ടില്ലേ? ഫുൾ അംബ്രലാണ് അവിടെ. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. പോസിങ്ങൊക്കെ പറഞ്ഞെടുക്കുകയാണ് അജ്മലെ. അജ്മലിൻ്റെ കഴിവുകൾ നമ്മളെ ലോകത്തോടെ നമ്മൾ വിളിച്ചു പറയണം. ഓ വാ, ഏത് പോസിങ്! പൂര പോസിങ്ങിലാണ് ബായ്. അച്ഛ സ്മൈൽ കരോ ബായ്. ഇതെന്താ? ഓക്കെ, ഏതാ മോനെ ഫോട്ടോ പോരാന്നാണ് അജ്മൽ പറഞ്ഞത്. അജ്മൽ ലൊക്കേഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അജ്മലിന്റെ. നടക്കുവോ? എല്ലാം നടക്കുവോ? ആ അതെ, ഞങ്ങൾ കണ്ടില്ലേ പൂവാണ്ടല്ലേ. ഇപ്രാവശ്യം അജ്മല് എടാ ഇഞ്ച് ചെയ്തിട്ട് കുറച്ചുകൂടി പൊളിക്കുമായിരുന്നേ. എടാ ഇഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ രസമുണ്ട്. കാര്യം പറഞ്ഞതേ അതിന് മാലരോ കൊടുക്കണില്ല. എന്താണ് ചെയ്യാ? 100 ദിറംസ് തരും. എടാ ഇത് 5 റംസുള്ളൂ. പോടാ 100 റംസ് അനക്കായതുകൊണ്ട് ഇത് 5 റംസുള്ളൂ. ഇതാവുമ്പോ വെറുതെ വന്നല്ലേ. ഒരു എത്തും പടിയും കിട്ടണ ലൊക്കേഷൻ ഇതുവരെ സെറ്റ് ആയിട്ടില്ല ഫോട്ടോ എടുക്കാനുള്ള. ആ ഓക്കെ ഓക്കെ ഒറ്റ ഇത് നമ്മളെ ചെക്കൻ കേട്ടോ. ഇവനെ പരിചയപ്പെടും. സംജാസ് എന്നാട്ടോ ഇവൻ്റെ പേര്. താങ്കൾ എന്ത് ചെയ്യുന്നു? ഓസാൻ. എടാ ബാർബർ ഷോപ്പാണ് അത്. എടാ പരിചയപ്പെടുത്തി കൊടുക്കണേ. എന്തരാ എന്നാ ഓക്കെ, ഫ്രെയിം തപ്പി കൊടുക്കുക. പിന്നെ പരിചയപ്പെടുത്തി തരാം. അങ്ങോട്ട് കാണിക്കൂ. ആ ലൊക്കേഷൻ അടിപൊളിയാണെന്നാണ് സംജാസ് അവറുകൾ പറയുന്നത്. നമുക്ക് എന്താ പറയണേ സംജാസ്? അങ്ങോട്ട് പോകണോ? അങ്ങോട്ട് പോവാന്നാണ് സംജാസ് പറയുന്നത്. നമുക്ക് ഈ സംജാസിന് ഈ ലൊക്കേഷൻ എല്ലാം ഇഷ്ടപ്പെട്ട് കേട്ടോ. സംജാസ് ഇവിടെ ഭാവി കാണുന്നെന്നാണ് സംജാസ് പറയുന്നത്. ഇതെങ്ങനെയുണ്ട് ഗൈസ് പറയൂ. ഈ പോസിങ് എങ്ങനെ ഉണ്ട്? എത്ര റേറ്റിംഗ് കൊടുക്കാം ഈ പോസിങ്ങിന്? പറയൂ, എത്ര റേറ്റിംഗ് കൊടുക്കാം? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, മാറി തന്നെ. ഓക്കെ, ഫോട്ടോ എടുത്തോളൂ. സുന്ദരനായ സംജാസ്, മുത്തുകാലുള്ള സംജാസ്. ഏത് പോസിങ് അല്ലേ? കുറച്ച് പോസ് പഠിപ്പിച്ചു തരുമോ സംജാസ്? ഷൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവനങ്ങനെ ആ പരിപാടി ചെയ്തിക്കണേ. ഐഷ് ചൊറുക്കനെ. നിന്നാ ശരിയാവുമെന്നാണ് സംജാസ് പറയുന്നത്. ഒന്ന് കാണിച്ചു കൊടുത്താ പോസിങ് ഒന്ന്. ഐഷ് ഏതാ? അജ്മലിന്റെ ഫോട്ടോഗ്രാഫിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് താങ്കൾക്ക്? ഒക്കെ മൂഞ്ചി എന്നാണ് പറയുന്നത്. ആകെ സങ്കടപ്പെട്ടിരുന്നു സംജാസ്. കഴിവുണ്ട്. തെളിയിക്കും. ഓക്കെ ഓക്കെ, എടുക്കും. പുറത്തുനിന്ന് വരൂ. അടുത്തതായി ബായ് ആണ് ഫോട്ടോ എടുക്കുന്നത്. ചെരിക്കൂ ബായ്, ചെരിക്കൂ. അല്ല ഞാനാണ് വ്ളോഗറേ. എനിക്ക് ഇങ്ങോട്ട് കാണിക്കേ. ആ 4 3 കാണിക്കണ്ടേ ഇന്ന കളി. ബിലാലല്ലേ? എടാ ബിലാലിക്ക നമ്മളെ ബിലാല് കേട്ടോ. ഇത് ബിലാല്. കുറെ ആൾക്കാർക്ക് ഡ്യൂട്ടില്ലേ? പിന്നെ പള്ളി കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഫോട്ടോ? എങ്ങനെയുണ്ട് ഓന്റെ ഫോട്ടോ? സെറ്റ് ആയി കൊടുക്കും. എന്താണ് അജ്മലിന് എന്താ പറയാനുള്ളത്? പോരാന്ന് പറഞ്ഞേ. ചെക്കൻ കുഴപ്പമില്ല, ആവറേജ്. ഓക്കെ, ആവറേജ്. വ്ളോഗേഴ്സിന് കാണുന്ന സാധനങ്ങളല്ല. ഷെയ്ക്കിന്റെ ബിലാൽ ഷെയ്ഖ്. എങ്ങനെയുണ്ട് ലൊക്കേഷൻ? എങ്ങനെയുണ്ട് സംജാസ്? എത്ര റേറ്റിംഗ് കൊടുക്കാം? 3
മൂന്ന് റേറ്റിംഗ് കൊടുക്കാന്നാണ് സംജാസ് പറയുന്നത്. ആ ചിരി കണ്ണ അജ്മൽ എന്താ പറയാനുള്ളത്? സെറ്റ്. ഓക്കെ, ഇനി ഇത് എവിടുന്ന് നമ്മൾ നടക്കൽ തുടങ്ങിയാൽ അവിടെ നടന്ന് ഇത് എവിടെ എത്തി? സംജാസ് സ്പോട്ട് തിരഞ്ഞെടുക്കുകയാണ്, കിട്ടിയിട്ടില്ല ഇതുവരെ. വരൂ ഇനി നമുക്ക് നടക്കാം അടുത്ത സ്പോട്ടിനെ. എന്തൊക്കെയാണ് ആ ചെങ്ങായി കാട്ടിക്കൂട്ടിന് പഠിച്ചോനെ ഊരിയിട്ടും. ഇയാളെ ഞങ്ങൾ എൻ്റെ ക്ലാസ്സിലുണ്ട്, ഞങ്ങൾ പെടുണ്ടാ. എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് എന്ത് 2 വാക്ക് ഈ പെരുന്നാൾ നിമിഷത്തിൽ 2 വാക്ക് വിലാൽക്കൊക്കെ എന്താ പറയുന്നത്? ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ യുഎയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്റെ വീഡിയോ കണ്ടുകണോ ജി? എന്റെ വ്ളോഗ് കണ്ടുകണോ? വീഡിയോ മൈൻഡ് ഭയങ്കര ഫ്രീ ആണ്, മോട്ടിവേഷൻ ആണ്. ഇന്നെ സബ്സ്ക്രൈബ് ചെയ്തു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. ഇൻസ്റ്റയിലും വെറുതെ അവിടെ തള്ളി വിടുക. ഓക്കെ പോട്ടെ. എന്റെ സബ്സ്ക്രൈബേഴ്സിന് എന്താ 2 വാക്ക് ഈ പെരുന്നാൾ നിമിഷത്തിൽ 2 വാക്ക് എന്താ പറയാ? ആശംസകൾ നേരുന്നു. ഇത് ഒരു അറബിയിൽ 2 വാക്ക്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, ഒരു യൂട്യൂബറാണ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പൊ സുഹൃത്തുക്കളെ, എന്താണ് നല്ല ഫോട്ടോ കിട്ടിയോ? കിട്ടിയോ? കിട്ടി. കുഴപ്പമില്ല. എന്താണ് ഓക്കെ അല്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങള് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ നമ്മൾ ഇനി റൂം പോവാണ്. റൂം പോയിട്ട് നിങ്ങള് ഉറങ്ങാണ്ടിരിക്കുക. അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി അതിനെ കുറച്ച് പള്ളിയിൽ പോകണം, ജുമാക്ക് പോകണം. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് അമർത്തി പൊട്ടിക്കുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോക്ക് മാതിരി കുറേ ആൾക്കാർ നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സഹായിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലുമായിട്ട് കാണാം. ഓക്കെ, ബൈ.